ചെറുതുരുത്തി പൈങ്കുളത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട നാലംഗ കുടുംബത്തിലെ എല്ലാവരുടെയും മൃതദേഹം കണ്ടെത്തി. ഷാഹിന ഭർത്താവ് കബീർ, മകൾ സറ, ഷാഹിനയുടെ അനുജത്തിയുടെ മകൻ ഫുവാത്ത് എന്നിവരാണ് മരിച്ചത്. ഇപ്പോൾ ഇവിടെ അറിയാൻ കഴിഞ്ഞത് അവർ കുളിക്കാൻ വന്നിരുന്നു എന്നാണ്. പക്ഷേ അതിലെ പുരുഷനായിട്ടുള്ള ആൾ അങ്ങനെ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതായിട്ട് കാണുന്നില്ല. അദ്ദേഹം ഫുൾ ഡ്രസ്സാണ് ചെയ്തിരിക്കുന്നത്. മറ്റേ കുഞ്ഞുങ്ങളെല്ലാം കുളിക്കാതെ തന്നെയായിരുന്നു. ഇപ്പോൾ ബാക്കി 3 പേരെ റിക്കവർ ചെയ്തിട്ടുണ്ട്. റിക്കവർ ചെയ്തൂടെ ചേലക്കര ഹോസ്പിറ്റലിലേക്ക് അവരെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഭാഗം അധികം ഒഴുക്കായി കാണുന്നില്ല എങ്കിലും നല്ല അത്യാവശ്യം കുറച്ച് ആഴമുണ്ട്. അടിഭാഗത്ത് നല്ല ചെയറും നെറ്റും ഒക്കെ ഉള്ളതായിട്ട് കാണുന്നു. അങ്ങനെ നമ്മളെ പ്രവർത്തനം ഒത്തിരി റിസ്കി ആയിരുന്നു. 2-2.5 ആൾക്കോളം ആഴമുണ്ടായിരുന്നു അല്ലേ? ഇവർക്കൊക്കെ നീന്തൽ അറിയില്ലാത്ത ആൾക്കാരാണ്. അതാണ് ഈ അപകടത്തിൽപ്പെടാനുള്ള പ്രധാന കാരണം. സൂരജ് സജീവ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഒരു കുടുംബത്തിലെ 4 പേർക്ക് ഇങ്ങനെ ഒഴുക്കിൽപ്പെട്ട് ജീവൻ നഷ്ടമാവുന്നില്ല, എന്താണ് പറയേണ്ടത് എന്ന് പോലും അറിയാത്ത നില. ഇവർക്ക് നീന്തൽ അറിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇപ്പോഴവിടെ എത്തിയ ആളുകളൊക്കെ. എന്താണ് സംഭവിച്ചത്? ശരിക്കും ഈ അപകടത്തിൻ്റെ കാരണം എന്താണ് സൂരജ്? ഒരു വലിയ ഹൃദയവേദനയിലൂടെയാണ് ഈ പൈങ്കുളം എന്ന് പറയുന്ന നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് 4:30യോടുകൂടിയാണ് ഈ ചെറുതുരുത്തി സ്വദേശികളായി 4 അംഗ കുടുംബം വൈകുന്നേരം സമയമാണ് അത് ചിലവഴിക്കുന്നതിന് വേണ്ടി ഭാരതപ്പുഴയിൽ എത്തുന്നത്. ആ സമയത്ത് ഈ ഷാഹിനയുടെ ഭർത്താവ് കബീർ, അതുപോലെ തന്നെ മകൾ സറ, അതോടൊപ്പം തന്നെ ഷാഹിനയുടെ സഹോദരിയുടെ മകൻ ഭുവാത്ത്, അങ്ങനെ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഭുവാദ്, അങ്ങനെ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. ഈ കുട്ടികൾ 2 പേരും വെള്ളത്തിൽ നിന്ന് കളിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ 2 കുട്ടികൾ പുറകിലേക്ക് മറഞ്ഞു പോകുന്നത് പോലെ ഷാഹിനയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഷാഹിന ഈ കുട്ടികളെ കയറി പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ഈ 3 പേരും അപകടത്തിൽപ്പെടുകയായിരുന്നു. അങ്ങനെ കബീറും തൊട്ടു പിന്നാലെ ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടി എടുത്തു ചാടുന്നു. പക്ഷേ ഈ ഭാരതപ്പുഴയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഈ ഇറങ്ങിയ ഭാഗം ഒരു ചുഴി പോലെയാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പോലും പറയുന്നത് ഈ 2 മണിക്കൂറിലധികം നീണ്ട രക്ഷാപ്രവർത്തനത്തിലേക്ക് പോലും നയിച്ചത് ഈ പുഴയുടെ സ്വഭാവമാണെന്നുള്ളതാണ് പറയുന്നത്. അത് വലിയ രീതിയിൽ ഇങ്ങനെ ചുഴിയായി രൂപപ്പെട്ടുകൊണ്ട് ഈ വെള്ളം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഈ വെള്ളത്തിൽ മുങ്ങിത്താഴുന്നതോടുകൂടി ഈ താഴ്ഭാഗത്തേക്ക് ഇവരെ വലിച്ചു കൊണ്ടുപോവുകയും പിന്നീട് ഈ ചുഴിയിൽപ്പെട്ട് ഇവരുടെ മൃതദേഹം ഉലയുകയുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഒരു സ്ഥലത്ത് ഇവർ തിരച്ചിൽ നടത്തുമ്പോൾ ഈ മൃതദേഹം മറുതലക്കലിലായിരിക്കും. അങ്ങനെ ഏറെ പ്രയാസപ്പെട്ട് മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ഈ 4 പേരെയും കണ്ടെടുത്തത്. പക്ഷേ നാട്ടുകാർ ഇടപെട്ട് തന്നെ ഷാഹിനെ ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷപ്പെടുത്തി. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും ഈ ഷാഹിനയുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് ഭുവാദിനെയാണ് കണ്ടെടുക്കുന്നത്. ഭുവാദിനെ കണ്ടെടുക്കുമ്പോൾ ഹൃദയത്തിന് ചെറിയ മിടുപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. CPR അടക്കം ലഭ്യമാക്കി, പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ഇതിനുശേഷമാണ് കബീറിനെ കണ്ടെടുക്കുന്നത്. അതിനുശേഷം സറയും കണ്ടെടുത്തു. കബീർ ഇവിടെ ചെറുതുരുത്തിയിൽ തന്നെ ഒരു ബേക്കറി നടത്തുന്ന ബേക്കറി ഉടമയാണ്. അദ്ദേഹം ഈ കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്നതിന് വേണ്ടി, കുടുംബമായി ഇവിടെ കുട്ടികൾക്ക് ഉല്ലസിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് വൈകുന്നേരത്തോടു കൂടി ഇവർ ഇവിടെ എത്തുന്നതും പിന്നീട് ഈ വെള്ളത്തിൽ പെടുന്നതും. ഈ ഭാരതപ്പുഴയെ സംബന്ധിച്ച് വലിയ അപകടം പതിയിരിക്കുന്ന ഒരിടമാണ്. പലയിടത്തും നമുക്ക് ചില ഇടങ്ങളിൽ നടന്നു പോകാൻ കഴിയും, പക്ഷേ ചിലയിടത്ത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആഴമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ തിരച്ചിൽ നടത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം ചൂണ്ടിക്കാണിച്ചതാണ്. ഇന്ന് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയ ഇടമെന്ന് പറയുന്നത് 2 ആൾ പൊക്കത്തിലധികം 2.5 ആൾ പൊക്കത്തിലധികം താഴ്ച ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചുഴി കൂടി രൂപപ്പെട്ടതോടുകൂടി ഒരു തരത്തിലും രക്ഷാപ്രവർത്തനത്തിന് കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അതോടൊപ്പം തന്നെ നേരത്തെ ഈ ചുഴിയിൽ വന്നടിഞ്ഞ വലകളടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പലപ്പോഴും ഈ മുങ്ങിത്താഴ്ന്ന് ഇവരെ തപ്പുന്നതിന് പോലും അല്ലെങ്കിൽ മൃതദേഹം കണ്ടെത്തുന്നതിന് പോലും കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് പോലും ദുഷ്കരമാകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി. എന്തായാലും ഈ നാടിനെ സംബന്ധിച്ച് വലിയ പ്രയാസകരമായ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 4 പേരുടെയും മൃതദേഹം നിലവിൽ ചേലക്കര ജീവോദയ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. MLA UR പ്രദീപ് ഇടപെട്ടുകൊണ്ട് ഇന്ന് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണമെന്ന് പോലീസിനോടും ജില്ലാ കളക്ടറോടും അഭ്യർത്ഥിച്ചിരുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് തന്നെ ചേലക്കരയിലെ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കും. അതിനുശേഷം മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. നാളെ രാവിലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വിവരങ്ങൾ നൽകുകയായിരുന്നു. ഒഴുക്കിൽപ്പെട്ട ഒരു കുടുംബത്തിലെ 4 പേർക്കാണ് തൃശ്ശൂർ പൈങ്കുളത്ത് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 4 അംഗ കുടുംബത്തിലെ എല്ലാവരുടെയും ഒരു മൃതദേഹം അല്പസമയം മുമ്പാണ് കിട്ടിയത്. അങ്ങനെ 4 പേരുടെയും മൃതദേഹം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. സൂരജ് സജി അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.